നമുക്ക് ഇന്നൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാം. സൂപ്പറാട്ടാ, അടിപൊളിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻ്റ് എന്ന് നോക്കാം. ഞാൻ ചെറിയ കയ്യിൽ 2 കയ്യിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 1.5 സ്പൂണ് അരിപ്പൊടി ഇട്ടിട്ടുണ്ട്, ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ദോശമാവുണ്ടല്ലോ അതുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതെടുത്ത് അത് ഇച്ചിരി നമ്മൾ ഈ സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ അരിമാവ് ഒഴിക്കുന്നത്. അപ്പോൾ ഞാനത് ചെറിയ ടീസ്പൂണിൽ 2 സ്പൂണ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. വേഗം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്സ് ആട്ടോ. നമുക്കൊരു 10 മിനിറ്റൊക്കെ മതി ഇതുണ്ടാക്കാനായിട്ട്. വേറെ ഒന്നും വേണ്ടല്ലോ, നമ്മൾ വീട്ടിലുള്ള ഐറ്റംസ് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇതിന് പൊക്കോട എന്നൊക്കെ പറയും. അത് കൂടുതൽ ഇവിടെ എല്ലാവരും ഉണ്ടാക്കുക കടലമാവ് ഉപയോഗിച്ചിട്ടാണ്. പക്ഷെ കടലമാവ് ഞങ്ങൾക്ക് അത്ര വലിയ ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഗോതമ്പ് പൊടി എടുക്കാം. ഗോതമ്പ് പൊടി അതേപോലെ ഈ ദോശമാവ് അതൊക്കെ ചേർത്തിട്ട്. അപ്പം ഞാൻ കുറച്ച് പച്ചമുളക്, അധികം എരിവ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കടിക്കുമ്പോൾ പച്ചമുളക് കടിക്കുമല്ലോ, അപ്പോൾ ഒരുപാട് എരിവ് നിങ്ങൾ നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ. കുറച്ച് പച്ചമുളകും 1-2 പച്ചമുളകും, അതേപോലെ ഒരു അത്യാവശ്യം നമ്മൾ മാവിനനുസരിച്ച് സബോള നമ്മൾ മുട്ടയിലേക്കൊക്കെ കുനുകുനാന്ന് അരിയില്ലേ അതുപോലെ അരിഞ്ഞിട്ടുണ്ട്. അതേപോലെ കറിവേപ്പില ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ടാൽ നല്ലതാട്ടോ, നല്ല ഫ്ലേവർ ഉണ്ടാവും. പക്ഷെ ഇവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അത് ഇടാൻ പറ്റിയില്ല. അപ്പോൾ കറിവേപ്പില, അതേപോലെ പച്ചമുളക്, അതേപോലെ വലിയ ഉള്ളി ഒണിയൻ, അപ്പോൾ അതും കൂടെ അരിഞ്ഞ് നന്നായി കൈ കൊണ്ട് തിരുമ്പി ഇട്ടത് എന്തിനാന്ന് വെച്ചാൽ നന്നായി അതിൻ്റെ ലെയറൊക്കെ ഒന്നൊന്നായി വിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരിയിടാം. ഒരുപാട് ലൂസാക്കണ്ട, എന്നാൽ കുഴപ്പമില്ലാതെ, അതായത് സ്പൂണുമൊന്ന് വീഴുന്ന പാകം. കട്ടയായി കഴിഞ്ഞാൽ കല്ലയ്ക്കും. അപ്പോൾ ഒരു മീഡിയം ലെവലിൽ നിങ്ങൾക്ക് മാവ് കലക്കുമ്പോൾ അറിയാം. വെള്ളം പോലെ ആയിക്കഴിഞ്ഞാൽ എല്ലാവരും വെളിച്ചെണ്ണയിൽ നിറയെ ബൂന്തി പോലെയാവും. അപ്പോൾ ആവശ്യത്തിന്. അപ്പോൾ ദേ ഞങ്ങളുടെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്രിസ്പി ആയിട്ട് ഇരിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉഴുന്ന് വടയിലൊക്കെ കുറച്ച് അരിപ്പൊടി ചേർക്കില്ലേ, അത് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അതുപോലെ ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർത്തത്. അപ്പോൾ ഞങ്ങളുടെ ഏകദേശം ഒരു 2-3 ട്രിപ്പോടുകൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അത്രയും ഉണ്ടാക്കിയുള്ളൂ. കാരണം നമുക്ക് ഇപ്പോൾ വേണമെന്ന് തോന്നുമ്പോൾ അപ്പം ഉണ്ടാക്കി കഴിക്കുക. എടുത്ത് വെച്ച് കഴിഞ്ഞാൽ തണുത്ത് പോകട്ടോ. നമ്മൾ ചൂടോടക്കനെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കൊണ്ട് നമുക്ക് പെട്ടെന്ന് വീട്ടിലൊന്നുമില്ല എന്ന് അറിയുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്സാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ കുറച്ച് മാറ്റി വെച്ച ഓണിയനും അതേപോലെ ഒരു ടൊമാറ്റോൻ്റെ പകുതിയും കുറച്ച് ഉപ്പും ഇടിച്ച മുളകും കൂടെ ഇട്ടിട്ട് അരച്ച് വെച്ച ചമ്മന്തിയാണ് കേട്ടോ. ഇത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അത് കണ്ടോ, വീർത്തിട്ട് ഈ അരിമാവ് ഒഴിക്കുന്നത് കൊണ്ടാണ് അത് ഉള്ളിൽ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നന്നായി വീർത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇനി ഈ ചമ്മന്തികളും കൂടെ ഒന്ന് മുക്കി കഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ്. ചമ്മന്തി വേണമെന്നൊന്നുമില്ല കേട്ടോ. മോൻ പറഞ്ഞു ചമ്മന്തി വേണമെന്ന്, അപ്പോൾ ഞാൻ കുറച്ച് ചമ്മന്തി ഉണ്ടാക്കിയത്. അപ്പോൾ കുറച്ച് അതിലേക്ക് അരിഞ്ഞപ്പോൾ ഇത്തിരി കൂടുതലായിട്ടുണ്ടായിരുന്നു ഓണിയൻ, അപ്പോൾ മാറ്റി വയ്ക്കുകയും ചെയ്തു. അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പാറുവിനും കൂടെ കൊടുക്കണമല്ലോ. അപ്പോൾ പാറുവിനും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ചൂട് ഊതിയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. അവൾക്ക് കൊത്തി വന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കഴിച്ചിട്ടില്ല, അതിന് മുമ്പ് ഊതി കൊടുത്തു. അപ്പോൾ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.